നമസ്കാരം. ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദത്തിനൊന്നും വഴങ്ങാൻ ഇസ്രായേൽ തയ്യാറല്ല. ഇസ്രായേൽ ഭീകരർ എന്ന് വിശേഷിപ്പിക്കുന്ന ഹമാസിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന ഉറച്ച നിലപാടിൽ ആണ്. അങ്ങനെ ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. സ്വയം നിരായുധീകരണം നടത്തിയില്ല എങ്കിൽ ഗാസ ഭൂമുഖത്തുണ്ടാകില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ അവസാനത്തെ മുന്നറിയിപ്പ്. 9 മണി വാർത്തയിലേക്ക് വിശദമായി കടക്കാം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഹമാസിന് അന്ത്യശാസനവുമായി ഇസ്രായേൽ. ബന്ദികളെ ഉടൻ വിട്ടയക്കണം. സ്വയം നിരായുധീകരിച്ചില്ല എങ്കിൽ ഗാസ നശിപ്പിക്കുമെന്നും ഭീഷണി. ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഖത്തർ. അറബ് മേഖലയെ സ്വാധീനിക്കാൻ ശ്രമിക്കുക എന്നത് വ്യാമോഹമെന്ന് അമീർ. കടുത്ത ഭിന്നതയ്ക്ക് ശേഷം ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾക്ക് വീണ്ടും തുടക്കം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച US. അമേരിക്കയോട് വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന് പ്രതിപക്ഷം. റെക്കോർഡ് ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്നു. പവന് 82,080. ഇന്നും കൂടിയത് 640 രൂപ. രൂപയുടെ മൂല്യം ഉയർന്നു. ഏഷ്യ കപ്പ് പാകിസ്ഥാൻ ബഹിഷ്കരിക്കുമോ? ഹസ്തദാന വിവാദത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ തള്ളി ICC. മാച്ച് റഫറിയെ മാറ്റില്ല. ആൻഡി പൈക്രോഫ്റ്റിന് പങ്കില്ല എന്ന വിലയിരുത്തൽ. പാക് UAE മത്സരം നാളെ. കസ്റ്റഡി മർദ്ദനത്തിൽ നിയമസഭയിൽ ചൂടേറിയ ചർച്ച. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ജനാധിപത്യ കേരളമെന്ന് സതീശൻ. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത് ജനാധിപത്യ കേരളമാണ്. നിങ്ങൾ സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. തനിക്ക് മർദ്ദനമേറ്റത് നെഹ്റുവിന്റെ ഇന്ത്യയിൽ നിന്നെന്ന് മുഖ്യമന്ത്രി. ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ ജീവിക്കുന്നത് സ്റ്റാലിന്റെ റഷ്യയിലായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഭരണത്തിന് കീഴിലായിരുന്നു. 1947 ശേഷം ഏറ്റവും കൂടുതൽ മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നത് ഞങ്ങളുടെ സഖാക്കളായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. കുറ്റം ചെയ്ത 144 പോലീസുകാരെ പിരിച്ചുവിട്ടുവെന്ന് പിണറായി വിജയൻ. നിയമസഭയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിച്ച പ്രതിപക്ഷം. പീച്ചിയിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ച SHO രതീഷ് കുമാറിന് സസ്പെൻഷൻ. നടപടിക്ക് ഉത്തരവിട്ടത് തിരുവനന്തപുരം റേഞ്ച് IG ശ്യാം സുന്ദർ. നേതാക്കളെ മുഖം മൂടിയിട്ട് കോടതിയിലെത്തിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് KSU. കൊച്ചി കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ക്രൂരതയുടെ കൂടുതൽ തെളിവുകൾ. ആലപ്പുഴയിൽ വിവാഹ വീഡിയോ ചിത്രീകരിച്ചതിന് പണം ചോദിച്ചതിന് തല്ല്. അകത്തേക്ക് കഴിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങോട്ട് 4 പേരുമായിട്ട് വന്നിട്ട് ഞാൻ പറയുന്നത് തെറി പറയുന്നതിലില്ല, അതുകൊണ്ട് നിന്നെ ഇടിക്കാൻ പോവുകയാണെന്ന് വിളിച്ച് കഴുത്തിന് കുത്തിക്കറി പിടിച്ചു. എന്നിട്ട് കോളറിൽ വലിച്ച് ചെയറിൻ്റെ ഇടക്കാട്ടിട്ടു. വലിച്ചെറിയുമായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് അശ്ലീല സന്ദേശം ലഭിക്കുന്നതായി ട്രാൻസ്ജെൻഡർ. PK ഫിറോസിനെതിരെ വീണ്ടും KT ജലീൽ. ഫിറോസ് ജോബ് വിസ തട്ടിപ്പ് നടത്തുന്നുവെന്ന ആരോപണം. ഒരു കുറുവാ സംഘത്തിൽ അംഗമായിട്ടുള്ളയാൾ മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടിയുടെ നേതൃപദവിയിലൊക്കെ വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും? ആ പാർട്ടിയെ തന്നെ വിൽക്കില്ലേ? യൂത്ത് ലീഗ് അധ്യക്ഷനെതിരായ നീക്കം ലീഗിനകത്ത് നിന്ന് തന്നെ. ഇതൊന്നും എനിക്ക് മറ്റെവിടെ നിന്നും കിട്ടൂലല്ലോ. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ തന്നെ കൊണ്ടുവന്ന് തന്നതാണ്. അവർ തന്നെയാണ് പറഞ്ഞത് എന്നോട്, ഇങ്ങനെ ഒരു വലിയ കൊള്ള നടന്നിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിനിധികളുടെ എണ്ണം കുറയ്ക്കാൻ സ്ക്രീനിംഗ്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്തത് 4,864 പേർ. തുടർച്ചയായി 3 തവണ ശബരിമല ദർശനം നടത്തിയവർക്ക് മുൻഗണന. കന്നിമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. പാലിയേക്കര ടോൾ പിരിവ് വിലക്ക് തുടരും. പൊതുതാൽപര്യം സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് ഹൈക്കോടതി. പരാതി പരിഹാരം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ കളക്ടർക്ക് നിർദ്ദേശം.
9 മണി വാർത്ത ആദ്യം അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് തന്നെയാണ് വിശദമായി കടക്കുന്നത്. അതിലാദ്യം ഹമാസിന് അന്ത്യശാസനം. ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ച പശ്ചാത്തലത്തിൽ ഗസയിൽ നടത്തിയിട്ടുള്ളത് വ്യാപകമായ ആക്രമണം ആണ്. ഇന്ന് മാത്രം 78 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പുലർച്ചെ മുതൽ ഗാസയിൽ ഉടനീളം വ്യോമാക്രമണം തുടരുകയായിരുന്നു. ഗാസ നഗരത്തിൽ നിന്ന് ഏകദേശം 1,90,000 പേർ ഇസ്രായേൽ സൈന്യം സുരക്ഷിത മേഖലകളായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. IDF ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള എക്സിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിനും സൈനികർ ധീരമായി പോരാടുന്നു എന്നാണ് പ്രതിരോധ മന്ത്രി അവകാശപ്പെട്ടത്. വിവരങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത്. മനു, ഹമാസിനുള്ള അന്ത്യശാസനം എന്ന നിലയിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. സ്വയം നിരായുധീകരിക്കണം, ഇല്ലായെങ്കിൽ ഗാസ എന്ന ഭൂപ്രദേശം ഭൂമുഖത്തുണ്ടാകില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഭീഷണി. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അഭിലാഷ്, ഇന്ന് പുലർച്ചെ മുതലാണ് കനത്ത വ്യോമാക്രമണം ആരംഭിച്ചത്. ഷെല്ലുകൾ അവിടെ ഗസയിൽ വർഷിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവന്നു. അതോടൊപ്പം തന്നെ ഡ്രോൺ ആക്രമണങ്ങൾ കനത്ത രീതിയിൽ നടന്നു എന്ന വിവരങ്ങൾ പുറത്തുവന്നു. 78ഓളം പേരാണ് ഇന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആളുകൾ കൂട്ടപ്പലായനം തുടരുന്നു എന്നാണ്. പ്രധാനമായും ഈ തെക്ക് കിഴക്കൻ മേഖലയിലും അതുപോലെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലും ഒക്കെ ആക്രമണം നടന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അൽ ദറാജ് അതുപോലെ അൽ സബ്ര തുടങ്ങിയ മേഖലകളിൽ കനത്ത ഷെൽ വർഷം ഉണ്ടായി. അവിടെ നിന്ന് ആളുകൾ തെക്കുഭാഗത്തേക്ക് പൂർണ്ണമായി മാറണം എന്ന് ഇസ്രായേൽ പറയുമ്പോൾ ആ പ്രദേശങ്ങളിൽ കൂടി ആക്രമണം നടക്കുന്നു എന്ന വിവരങ്ങളാണ് അല്ലെങ്കിൽ ആരോപണമാണ് ഗസയിൽ നിന്ന് വരുന്നത്. ഏതായാലും ഐക്യരാഷ്ട്രസഭ ഇത് വളരെ ഗൗരവത്തിൽ എടുക്കണം എന്ന് പലസ്തീൻ ആവശ്യപ്പെടുന്നു. ഇത് ഒരു വംശഹത്യ എന്ന തരത്തിലേക്കാണ് ഈ യുദ്ധം നീങ്ങുന്നത് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് ബെന്യാമിൻ നെതന്യാഹു എടുക്കുന്നത്. ഇത് അവർ നേരത്തെ ബന്ദികളാക്കി വെച്ചിട്ടുള്ള മുഴുവൻ ഇസ്രായേലിൽ ആളുകളെ മോചിപ്പിക്കണം എന്നൊരാവശ്യം വയ്ക്കുന്നു. ഇപ്പോൾ 48 പേരാണ് ബന്ദികളായി ഉള്ളത്. അതിൽ 20ഓളം പേർ മാത്രമേ ഇപ്പോൾ ജീവനോടെ ഉള്ളൂ എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഏതായാലും ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ പക്ഷേ ഇത്തരം ഒരു കരയുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യമാണ് ഇസ്രായേൽ സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത്. ഈ ഘട്ടത്തിൽ അമേരിക്കയാകട്ടെ വളരെ ശക്തമായ പിന്തുണയാണ് ഇസ്രായേൽ നൽകുന്നത്. ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇത് ഈ ആക്രമണം തുടരുകയാണെങ്കിൽ, ഹമാസ് തുടരുകയാണെങ്കിൽ അതിൻ്റെ കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഹമാസ് പെട്ടെന്ന് കീഴടങ്ങുകയാണ് വേണ്ടത് എന്ന നിലപാടാണ് ട്രംപ് ഉയർത്തിപ്പിടിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ യമനിലേക്ക് കൂടി ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണം വളരെ ശക്തമായി തന്നെ ഇസ്രായേൽ നടത്തുന്നു. അവിടുത്തെ തുറമുഖം ആക്രമിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള നാശനഷ്ടമുണ്ടായെന്നതിൻ്റെ ചിത്രം കൂടുതൽ വ്യക്തമാകാനുണ്ട്. പക്ഷേ യമനിലേക്ക് കൂടി ആക്രമണം വ്യാപിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം മാർക്കോ റൂബിയോ ജെറുസലേമിലെത്തി ബെന്യാമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഈ ആക്രമണം ശക്തിപ്പെടുത്താൻ ഉള്ള ഗിഡിയൻസ് ചാരിയറ്റ് എന്ന ഈ ഓപ്പറേഷൻ ഇസ്രായേൽ ആരംഭിച്ചത്, അല്ലെങ്കിൽ ഇസ്രായേൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയത് എന്ന ഒരു ആക്ഷേപമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും ഗസയിൽ സമാധാനം ഇനിയും അകലെയാണ് എന്ന കാര്യം വ്യക്തമാണ്. IDFന്റെ കൂടുതൽ സേനയെ ഗസയിലേക്ക് വിന്യസിക്കുന്നു എന്ന വിവരങ്ങൾ. അതിൽ മനുപരത്ത ഒരു കാര്യം കൂടിയുള്ളത്, ഇതിപ്പോൾ ഇസ്രായേലിന് ഒരു താക്കീത് അല്ലെങ്കിൽ ഇസ്രായേലിന് മറുപടി എന്ന നിലയിലുള്ള അറബ് ഇസ്ലാമിക് സമ്മേളനമൊക്കെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൃത്യമായ മുന്നറിയിപ്പ്, അതായത് മേഖലയുടെ സ്വാധീനം അത് കൈയടക്കാമെന്ന പ്രതീക്ഷ ഇസ്രായേൽ പുലർത്തേണ്ട, അത് വ്യാമോഹമാണ് എന്ന് അമീർ പറഞ്ഞ സാഹചര്യമൊക്കെയുണ്ട്. പക്ഷേ അതൊന്നും ഇസ്രായേൽ മുഖവിലക്കെടുക്കുന്നില്ല എന്നുകൂടിയല്ലേ ഇപ്പോഴത്തെ ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതിൽ മറ്റൊരു കാര്യം അഭിലാഷ് സൂചിപ്പിച്ചതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഖത്തറാണ് ഇവിടെ ഒരു മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വലിയ തോതിൽ മുൻകൈ എടുത്തിരുന്നത്. പക്ഷേ ഖത്തറിലേക്ക് എത്തിയ ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്കായി എത്തിയ ഹമാസ് അംഗങ്ങളെയാണ് വധിച്ചത് എന്ന് ഇസ്രായേൽ പറയുമ്പോഴും അത് എല്ലാ മധ്യസ്ഥ ശ്രമങ്ങളെയും താറുമാറാക്കുക എന്ന നിലപാടാണ് അവർക്കുള്ളതെന്ന് ഖത്തർ ആരോപിക്കുന്നു. സ്വാഭാവികമായും ഒരു മധ്യസ്ഥ ശ്രമത്തിന് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ ചർച്ചകൾക്കോ ഒന്നും വഴങ്ങേണ്ടതില്ല എന്ന ഒരു നിലപാടിലാണ് ഇസ്രായേൽ ഉള്ളത്. പൂർണ്ണമായ ഗസ പിടിച്ചടക്കുക, അല്ലെങ്കിൽ ഈ ഹമാസ് പൂർണ്ണമായി
നിരായുധീകരിക്കുക, സ്വയം അവരുടെ ആയുധങ്ങൾ മുഴുവൻ താഴെ വയ്ക്കുക, മുഴുവൻ ഇസ്രായേൽ ബന്ദികളെയും വിട്ടു നൽകുക. ഈ നടപടി അല്ലാതെ ഇതിനപ്പുറത്തേക്കുള്ള ഒരു മധ്യസ്ഥ ചർച്ച വേണ്ട എന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ ആക്രമണം നൽകുന്നത്. ഈ ഗിഡിയൻസ് ചാരിയറ്റ് 2 എന്ന ഈ ഓപ്പറേഷൻ്റെ ഭാഗമായി IDF പുറത്തുവിടുന്ന ആ ദൃശ്യങ്ങൾ ഗസയിലേക്ക് ഈ IDFൻ്റെ സേന ഇടിച്ചു കയറുന്നതും കര പിടിച്ചടക്കുന്നതിൻ്റെ ഭാഗങ്ങളെ സംബന്ധിച്ചുള്ള മാപ്പുകളും നൽകിക്കൊണ്ടാണ് അവർ ഇത് വിശദീകരിക്കുന്നത്. വലിയൊരു ഭാഗം ഗസ പിടിച്ചടക്കി കഴിഞ്ഞു എന്ന ഒരു അവകാശവാദവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. യെസ്, എന്തായാലും സമാധാനം അകലെയാണ്. ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ. ബന്ദികളെ ഉടൻ വിട്ടയക്കണമെന്ന അന്ത്യശാസനമാണ് ഇപ്പോൾ ഹമാസിന് മുന്നിൽ ഇസ്രായേൽ വെക്കുന്നത്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ഒരു സംഘർഷം അത് വലിയൊരു യുദ്ധത്തിലേക്ക് കലാശിച്ചില്ല എന്ന് മാത്രവുമല്ല, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ കനത്ത മറുപടി നൽകുകയും ചെയ്തു. ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ ഇപ്പോൾ തള്ളുകയാണ് പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തലിന് മൂന്നാം കക്ഷിയെ ഇടപെടുത്താൻ ഇന്ത്യ സമ്മതിച്ചില്ല എന്ന നിർണായക വെളിപ്പെടുത്തൽ ആണ് ഇപ്പോൾ പാക് വിദേശകാര്യമന്ത്രി നടത്തിയിട്ടുള്ളത്. വിദേശ മാധ്യമം ആയ അൽ ജസീറയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. മൂന്നാം കക്ഷിയെ ഉൾപ്പെടുത്തുന്നതിൽ തങ്ങൾക്ക് വിരോധം ഉണ്ടായിരുന്നില്ല എന്നും എന്നാൽ വിഷയം ഉഭയകക്ഷി പ്രശ്നമാണ് എന്നതിൽ ഇന്ത്യ ഉറച്ചു നിന്നു എന്നുമാണ് ഇഷാഖ് ദർ അൽ ജസീറയോട് വെളിപ്പെടുത്തിയത്. Any negotiation happening with India? Is there a third party involved? Are you open to third party involvement? Well, we don't mind, but India has categorically been stating it's a bilateral, so we don't mind bilateral. When we met 25th of July, bilateral meeting, myself with Secretary Rubio in Washington, I asked him what happened to the dialogue. India says that it is a bilateral issue. We don't. So we are not begging for anything. If any country wants dialogue, we are happy, we are welcome. We are a peace-loving country. We believe that dialogue is the way forward. But obviously, it takes two to tango. So unless India wishes to have dialogue, we can't force dialogue. We don't wish to force dialogue. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, പാക് മന്ത്രിയുടെ ഈ പ്രതികരണം എന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തെ പ്രതിപക്ഷത്തിന് കൂടിയുള്ള ഒരു മറുപടിയായി മാറുന്നില്ല. കാരണം ട്രംപ് ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചുവെന്ന് ട്രംപ് തന്നെ സ്വയം അവകാശപ്പെടുന്ന സാഹചര്യം, വിദേശകാര്യ മന്ത്രിയും വക്താക്കളുമെല്ലാം അത് നിഷേധിക്കുന്ന പശ്ചാത്തലം, പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇത് പറയുന്നില്ല എന്ന് പ്രതിപക്ഷം ചോദിക്കുന്ന സാഹചര്യം, സഭയിലടക്കം പാർലമെന്റിലടക്കം ഇന്ത്യക്ക് നിലപാട് ആവർത്തിക്കേണ്ടി വന്ന പശ്ചാത്തലം. അതിനിടയിലാണല്ലോ ഇപ്പോൾ പാക് മന്ത്രി തന്നെ പറയുന്നു പാകിസ്ഥാന് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യ മൂന്നാമതൊരാളെ ഇടപെടുത്താൻ സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ അത് അമേരിക്ക ഉൾപ്പെടെയുള്ള ഏതൊരു രാജ്യത്തെയും ഇടപെടുത്താൻ അനുവദിച്ചിട്ടില്ല എന്ന് തന്നെയാണല്ലോ വളരെ കൃത്യമായി പാകിസ്ഥാനും പറയുന്നത്. അഭിലാഷ്, വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ വിദേശ മാധ്യമമായ അൽ ജസീറയോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷം, ആ സംഘർഷത്തിൽ അത് വെടിനിർത്തലിലേക്ക് എത്താൻ ഇന്ത്യയും പാകിസ്ഥാനും അല്ലാതെ മൂന്നാമതൊരു രാജ്യം, അതായത് അമേരിക്ക ഇടപെട്ടു എന്നുള്ള അമേരിക്കയുടെ വാദത്തെ വലിയ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാദത്തെ വരെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വിദേശകാര്യ വകുപ്പ് മന്ത്രി, പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ പറഞ്ഞിരിക്കുന്നത്. അതായത് തങ്ങൾക്ക് പാകിസ്ഥാന് സമ്മതമായിരുന്നു ഈ വിഷയത്തിൽ ഒരു മൂന്നാമത്തെ രാജ്യത്തെ ഇടപെടുത്താൻ, പക്ഷേ ഇന്ത്യ അതിന് സമ്മതിച്ചില്ല എന്നുള്ള നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഇഷാഖ് ദർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് രാജ്യത്തിനകത്തുള്ള ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനുമുള്ള ഒരേ സമയം ഇരുപക്ഷത്തേക്കുമുള്ള മറുപടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. കാരണം വലിയ രീതിയിൽ രാജ്യത്തിനകത്ത് പ്രതിപക്ഷം 1971 സിംല കരാറുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു ബൈലാറ്ററൽ, അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള വിഷയങ്ങൾ മൂന്നാമതൊരു കക്ഷി ഇല്ലാതെ തന്നെ പരിഹരിക്കാമെന്നുള്ളൊരു കരാറിലേക്ക് എത്തുന്നതും ആ കരാറിന്റെ ലംഘനമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അല്ലെങ്കിൽ വെടിനിർത്തലിലോ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തലിൽ അമേരിക്ക ഇടപെട്ടു എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ ഇല്ലാതായിരിക്കുന്നത് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പരാമർശങ്ങളും ഭരണപക്ഷത്തെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലേക്കുള്ള ആരോപണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാക് വിദേശകാര്യമന്ത്രി തന്നെ ഇത്തരത്തിലൊരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തങ്ങൾക്ക് സമ്മതമായിരുന്നു, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് അമേരിക്ക ഇടപെടുത്താൻ പാകിസ്ഥാന് സമ്മതമായിരുന്നു, എന്നാൽ ഇന്ത്യ പറഞ്ഞത് ഇതൊരു ഉഭയകക്ഷി
ഉഭയകക്ഷി ചർച്ചയ്ക്കാണ് വേണ്ടത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള വിഷയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്യും. അതിൽ മൂന്നാമത്തെ ഒരു രാജ്യം ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ ഉറച്ചു നിന്നു. ജൂലൈ 25-ന് അമേരിക്കയിൽ ചെന്നപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോട് താൻ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞത് ഇത്തരത്തിൽ നിങ്ങൾ അറിയിച്ചിരുന്നല്ലോ ഇതിൽ നമ്മൾ ഇടപെടാൻ തയ്യാറാണ്, ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണെന്ന്. പക്ഷേ പിന്നെ എന്തുകൊണ്ട് അത് ഉണ്ടായില്ല എന്ന് മാർക്കോ റൂബിയോട് ഇഷാഖ് ദർ ചോദിച്ചപ്പോൾ മാർക്കോ റൂബിയോ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾക്കും താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യ സമ്മതിച്ചില്ല എന്നാണ് ഈ മാർക്കോ റൂബിയോ പറഞ്ഞതെന്നാണ് ഇപ്പോൾ ഇഷാഖ് ദർ അൽ ജസീറയോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ്. ഇതിപ്പോൾ BJPക്ക്, രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടിക്ക് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന് നേരെ ഈ ഒരു ബൈറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം, ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഇതിൽ മൂന്നാമത്തെ ഒരു കക്ഷി ഇടപെട്ടിട്ടില്ല എന്ന്. അഭിലാഷ്, തീർച്ചയായും ഈ വിവാദം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നല്ല എങ്കിൽ പോലും പാക് മന്ത്രി ഇക്കാര്യം സ്ഥിരീകരിക്കുമ്പോൾ അത് BJPയെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിന് നൽകുന്ന ഒരു മറുപടി കൂടിയായി അത് മാറും. ഒരു പക്ഷേ ഈ അമേരിക്കയുടെ ഇടപെടൽ ഇന്ത്യ നിഷേധിച്ചതുൾപ്പെടെ ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ച സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കൂടിയായിരുന്നു ഇന്ത്യക്ക് മേൽ അധിക താരിഫ് ഏർപ്പെടുത്താൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത്. അതിനെ തുടർന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളും ഒപ്പം വ്യാപാര ചർച്ചകളും വഴിമുട്ടിയ പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ആ ചർച്ച ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. താരിഫ് യുദ്ധത്തിൽ ഇന്ത്യയുമായി ചർച്ചയാകാമെന്നുള്ള നിലപാടിലേക്ക് എത്തിയ അമേരിക്ക ഡൽഹിയിൽ പ്രതിനിധിയെ അയക്കുകയും അങ്ങനെ US ചീഫ് നെഗോഷിയേറ്റർ ബ്രണ്ടൻ ലിഞ്ച് അമേരിക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ അമേരിക്ക ഇടപെടില്ല എന്നുള്ള ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്നത്. അഭിലാഷ് തന്നെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തുടരുന്നത്. അഭിലാഷ്, ആവർത്തിച്ച് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല. പ്രത്യേകിച്ച് കാർഷിക മേഖല, ക്ഷീരമേഖല, ചെറുകിട വ്യവസായം, വ്യാപാരം, ഇതിനെയൊന്നും ബാധിക്കുന്ന തരത്തിൽ അമേരിക്കയുമായി ഇനിയൊരു ഇടപാടുമില്ല എന്ന് പറയുമ്പോൾ ഈ ചർച്ച അത് പുനരാരംഭിക്കുന്നത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്? അഭിലാഷ്, താരിഫ് യുദ്ധത്തിൽ ഇന്ത്യയുടെ കടുത്ത നിലപാടിനോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അമേരിക്ക നിലപാട് മയപ്പെടുത്തി എന്ന് തന്നെയാണ് നമുക്കിത് വിലയിരുത്തേണ്ടത്. കാരണം വലിയ രീതിയിൽ 50% താരിഫ് ഇന്ത്യക്ക് മേൽ ഉയർത്തി അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അമേരിക്ക പോയെങ്കിലും എന്നാൽ തങ്ങൾ മറ്റ് വിപണികളെ കണ്ടെത്തി മുന്നോട്ട് പോകുമെന്നുള്ളൊരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. അമേരിക്കയോട് പിണങ്ങാതെ തന്നെ, അമേരിക്കയോട് കയർത്ത് ഒരു നിലപാടെടുക്കാതെ തന്നെ മറ്റു വിപണികളെ ലക്ഷ്യമിടുന്ന രീതിയിലേക്കാണ് ഇന്ത്യ പോയത്. അതുമായി ബന്ധപ്പെട്ട് ചൈനയോടടക്കം വളരെ അടുത്ത് പെരുമാറുന്ന രീതിയിലേക്ക് ഇന്ത്യ കടന്നപ്പോൾ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഒരു താരിഫിന്റെ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതും ഇപ്പോൾ അമേരിക്കൻ അസിസ്റ്റന്റ് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ബ്രണ്ടൻ ലിഞ്ച് ഇന്ന് ഡൽഹിയിലെത്തി ചർച്ചകൾ നടത്തിയതും ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ സ്പെഷ്യൽ സെക്രട്ടറി രാകേഷ് അഗർവാളുമായിട്ടാണ് ബ്രണ്ടൻ ലിഞ്ച് ചർച്ച നടത്തിയത്. ചർച്ചകൾക്ക് ശേഷം പുറത്തു വരുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ഒരു ട്രേഡ് എഗ്രിമെന്റ്, ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ട്രേഡ് എഗ്രിമെന്റ് എത്രയും പെട്ടെന്ന് നിലവിൽ വരാൻ വേണ്ടിയിട്ടുള്ള നടപടികളാവും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇരുവരും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറക്കിയ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നടന്നത്. 1-on-1 ആയിരുന്നു, രണ്ടുപേർ തമ്മിലുള്ള ഒരു ചർച്ചയായിരുന്നു നടന്നത്. അത് രണ്ടുപേരും നല്ല രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോയി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരുമെന്ന് തന്നെയാണ് രണ്ടുപേരും ചർച്ചകൾക്ക് ശേഷം പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ കാർഷിക മേഖലയെ മൊത്തം വിഴുങ്ങുന്ന തരത്തിലുള്ള ഒരു ഇറക്കുമതിയാണ് അമേരിക്ക ഇന്ത്യയിലേക്ക് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് ഇന്ത്യ നേരത്തെ വഴങ്ങിയിരുന്നില്ല. കാരണം ഇന്ത്യയുടെ ചെറുകിട കർഷകർക്കടക്കം വലിയ തിരിച്ചടിയാകുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കാൻ ഉള്ളൊരു തീരുമാനം ഇന്ത്യക്ക് ഒരിക്കലും എടുക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ ഇത്തരത്തിലൊരു കടുത്ത നടപടി എടുത്തത്. 50%-ഓളം 25% നികുതിയും 25% അധിക നികുതിയും എടുത്ത് 50% നികുതിയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അത് കൂടാതെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്, അതുപോലെ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടില്ല എന്ന് ഇന്ത്യ തുറന്നടിച്ചതടക്കം ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു.
പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം കൂടിച്ചേർത്താണ് ഇന്ത്യക്കെതിരെ ഒരു വലിയ താരിഫ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്തില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതടക്കം ഒരു കാര്യവും ഇന്നത്തെ മീറ്റിംഗിൽ ചർച്ചയായിട്ടില്ല. മാത്രമല്ല, അമേരിക്ക നിലപാട് മയപ്പെടുത്തി. നേരത്തെ വലിയ രീതിയിലുള്ള ഇറക്കുമതിയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെടുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ചീസും ചോളവും നമ്മൾ ഇറക്കുമതി ചെയ്യണം എന്നുള്ളതാണ്. അവരുടെ പ്രീമിയം ചീസ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണം. പക്ഷേ ആ ചീസിന് ഇന്ത്യക്ക് 2 മുതൽ 5% വരെ കൺസ്യൂമേഴ്സേ ഉള്ളൂ. മാത്രമല്ല, ഈ ഇറ്റലി, ലിത്വാനിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ ചീസ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിന് 30 മുതൽ 40% വരെ നമ്മൾ ചുങ്കം ഈടാക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ചോളം അത് ജനിതക മാറ്റം വരുത്തിയ ചോളമാണ്. അത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുമില്ല, ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ ചോളം നമുക്ക് വാങ്ങാനും തൽക്കാലം കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉണ്ടാക്കുന്നതിൽ 3-ാം സ്ഥാനത്താണ് ബീഹാർ. അത്തരത്തിൽ ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അമേരിക്കയിൽ നിന്ന് ചോളം ഇറക്കുമതി ചെയ്താൽ അത് തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള വിലയിരുത്തലുകളുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർ നിലപാട് മയപ്പെടുത്തിയെങ്കിലും ചോളവും ചീസും വാങ്ങുന്നതടക്കമുള്ള ഇറക്കുമതി ചെയ്യുന്നതടക്കമുള്ള കാര്യത്തിൽ ഇന്ത്യക്ക് വലിയ രീതിയിൽ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഇന്നത്തെ ചർച്ച പോസിറ്റീവാണ് എന്നുള്ള കാര്യമാണ് ഇരു രാജ്യങ്ങളുടെയും ചർച്ച നടത്തിയ ആളുകൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഒരുപക്ഷെ മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ പ്രതിഷേധമുണ്ടായിട്ടുള്ളത് കാർഷിക മേഖലയിൽ നിന്നാണ്. വിവാദമായ കാർഷിക ബില്ലുകൾ പിൻവലിക്കേണ്ട വന്ന ഒരു സാഹചര്യം മോദി സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കരാറുമായി അമേരിക്കയുമായി മുന്നോട്ട് പോകില്ല എന്ന് പറയുക മാത്രവുമല്ല, ചൈനയുമായി അടക്കം ഇന്ത്യ കൂടുതൽ സഹകരണം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളും ആരംഭിച്ചിരുന്നു. ഒരുപക്ഷെ ഇതൊക്കെയാകാം ഈ ചർച്ച പുനരാരംഭിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത്. എന്തായാലും അമേരിക്ക ഈ അധിക തീരുവ നിശ്ചയിക്കുകയും അതോടൊപ്പം തന്നെ ട്രേഡ് വാർ മറ്റ് രാജ്യങ്ങളുമായി പ്രഖ്യാപിക്കുകയും ചെയ്തതിൻ്റെ തിക്തഫലം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണം. സ്വർണ്ണവില ഇന്നും റെക്കോർഡ് ഭേദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു പവൻ സ്വർണ്ണത്തിന് 82,080 രൂപയാണ് ഇന്നത്തെ മാർക്കറ്റ് വില. ഗ്രാമിന് 10,260 രൂപ. ഇന്ന് 80 രൂപയാണ് വർദ്ധിച്ചത്. ഗ്രാമിന് പവന് 640 രൂപ വർദ്ധിക്കുകയും ചെയ്തു. 24 ക്യാരറ്റ് സ്വർണ്ണത്തിന് ബാങ്ക് നിരക്ക് എന്നത് 1,20,00,000 രൂപയ്ക്ക് മുകളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ നിലവിൽ ഒരു ഉപഭോക്താവ് ഏതാണ്ട് 90,000 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ട സാഹചര്യം ആണ് ഉള്ളത്. ദീപാവലി ആഘോഷ സീസണിലേക്ക് അടുക്കുന്നതിനാൽ വില ഇനിയും ഉയരുമെന്ന് തന്നെയാണ് സൂചന. സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഇടിമുറികളെ സംബന്ധിച്ചുള്ളത് തന്നെയാണ്. സഭയെ ഇന്ന് പ്രക്ഷുബ്ധമാക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതിലേക്കെത്താം ഇടവേളയ്ക്ക് ശേഷം. Presenting the Maruti Suzuki Victoris. Got it all. നമ്മൾ ന്യൂസ് അറ്റ് 9 ഇനി സംസ്ഥാനത്ത് നിന്നുള്ള കൂടുതൽ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ കായിക ലോകം ഉറ്റുനോക്കുന്നത് ഏഷ്യ കപ്പിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറുമോ എന്നാണ്. ഏഷ്യ കപ്പ് ഹസ്തദാന വിവാദത്തിൽ പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം തള്ളിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റില്ല എന്നതാണ് തീരുമാനം. വിവാദത്തിൽ റഫറിക്ക് പങ്കില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ടൂർണമെന്റിന്റെ മാച്ച് റഫറിയെ ഒഴിവാക്കിയില്ല എങ്കിൽ ഏഷ്യ കപ്പിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ ബഹിഷ്കരിക്കുമെന്നായിരുന്നു PCB അധ്യക്ഷൻ മുഹസിൻ നഖ്വിയുടെ ഭീഷണി. ഇതോടെ റഫറിയെ മാറ്റിയില്ല എങ്കിൽ ടൂർണമെന്റ് ബഹിഷ്കരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ് എങ്കിൽ ഇനി അടുത്ത മത്സരത്തിന് പാകിസ്ഥാൻ ഇറങ്ങുമോ എന്നുള്ള ആശങ്ക ശക്തമാവുകയാണ്. എൽദോ പോൾ പുതുശ്ശേരിയാണ് ചേരുന്നത്. എൽദോ, എന്തായാലും പാകിസ്ഥാന് അനുകൂലമാകുന്ന ഒരു നിലപാട് ഉണ്ടായിട്ടില്ല ICCയിൽ നിന്ന്. ഇനിയിപ്പോൾ അറിയേണ്ടത് പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞതുപോലെ മത്സരങ്ങളിൽ നിന്ന് പിന്മാറുമോ എന്നുള്ളതാണ്. അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ എൽദോ? തുലം തുച്ഛമാണ് അഭിലാഷ് അത്തരത്തിലുള്ള സാധ്യത. അതിൽ പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു കടബാധ്യതയിൽ വരയുന്ന ഒരു ക്രിക്കറ്റ് ബോർഡാണ് PCB. ആ PCBക്ക് ഏതാണ്ട് 140 കോടി രൂപയുടെ നഷ്ടമുണ്ടാകും ഏഷ്യ കപ്പിൽ നിന്ന് പിൻവാങ്ങിയാൽ. ആ ഒരു വലിയ നഷ്ടത്തിലേക്ക് പാകിസ്ഥാൻ പോകുമെന്ന് കരുതുക പ്രയാസകരമാണ്. പക്ഷേ അല്പം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഇന്ന് ഒരു പ്രീ മാച്ച് കോൺഫറൻസ് ഉണ്ടായിരുന്നു, പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന്. നാളെയാണ് പാകിസ്ഥാൻ UAE മത്സരം. പക്ഷേ ഇന്നത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നിന്ന് പാകിസ്ഥാൻ ടീം അംഗങ്ങളും പാകിസ്ഥാൻ
പാകിസ്ഥാൻ ടീം മാനേജ്മെന്റിനും പിൻവാങ്ങി എന്നുള്ള വിവരം തൊട്ടു മുമ്പാണ് പുറത്തു വന്നത്. പാകിസ്ഥാൻ വാർത്താ സമ്മേളനത്തിനായി എത്തിയില്ല. അപ്പോൾ അതിൽ ഒരു വ്യക്തതയില്ല എങ്കിൽ പോലും PCB ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം നൽകിയിട്ടില്ല എങ്കിൽ പോലും ഇത് ഒരു നല്ല സൂചനയായി കണക്കാക്കേണ്ടതില്ല. പക്ഷേ എന്തു വന്നാലും പാകിസ്ഥാന്റെ ഈ ആൻഡി പൈക്രോഫ്റ്റ് എന്ന മാച്ച് റഫറിയെ മാറ്റണമെന്ന ആവശ്യത്തോട് ICC സമ്മതം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. ഈ മാച്ച് റഫറിമാരെ നൽകുന്നത് ആരൊക്കെയാണ് മാച്ച് റഫറിമാർ എന്ന തരത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പാനലിനെ നൽകുന്നത് അത് ICC ആണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന് കീഴിലാണ് ഏഷ്യ കപ്പ് നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു മത്സരത്തിലെ മാച്ച് റഫറിയെ മാറ്റാനുള്ള സാഹചര്യം വേണമെങ്കിൽ ACCക്ക് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനും തുനിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം PCB ചെയർമാൻ കൂടിയായിട്ടുള്ള മോഹസിൻ നഖ്വിയാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ മേധാവി. പക്ഷേ അവിടെയും അത്തരത്തിലൊരു മേധാവി സ്വന്തമായിട്ടുണ്ടായിട്ട് പോലും പാകിസ്ഥാനെ തിരിച്ചടി നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം. എന്താണെങ്കിലും അന്ന് 7 വിക്കറ്റിന് ഇന്ത്യ പാകിസ്ഥാനെ തകർത്തതിന് പിന്നാലെ ഇന്ത്യ ഹസ്തദാനം നൽകിയില്ല. മാത്രമല്ല ടോസിന് സമയത്തും ക്യാപ്റ്റന്മാർ തമ്മിൽ ഹസ്തദാനം ഉണ്ടായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് മത്സരശേഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ് വലിയ തിരിച്ചടി എന്നാണ് പാകിസ്ഥാന്റെ ആരാധകർ വിമർശിക്കുന്നത് സ്വന്തം ടീമിനെ. ഇനി ഇതിനും അപ്പുറത്തേക്ക് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് പ്രധാനമായും ഈ വിവാദത്തിൽ ചർച്ചയാവുന്നത്. പാകിസ്ഥാൻ ടീമിന് ഹസ്തദാനം നൽകാതെ ഇന്ത്യൻ ടീം മടങ്ങിയത് അത് നിയമപരമായ തെറ്റാണോ അല്ലയോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. ICCയുടെ ക്രിക്കറ്റ് ലോയിൽ അതിന്റെ പ്രിയാമ്പിളിൽ ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യം വ്യക്തമാണ്. മത്സരശേഷം മത്സരഫലം എന്തുമാകട്ടെ എതിരാളിയെയും എതിർ ടീമിന്റെ ക്യാപ്റ്റനും നന്ദി അറിയിച്ച് വേണം മടങ്ങാൻ എന്നുള്ള ഒരു പ്രിയാമ്പിൾ വെക്കുന്നുണ്ട് ICC. പക്ഷേ അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴും പറയേണ്ടത് ഈ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അതിലൊരു വലിയ തോതിലുള്ള ശിക്ഷയോ അല്ലെങ്കിൽ വിലക്കോ ഒന്നും ഏർപ്പെടുത്തുക പ്രയാസകരമാണ്. ഇത് ICC ലോയിലല്ല, ICC ലോയുടെ പ്രിയാമ്പിളിലാണ്. അതുകൊണ്ട് തന്നെ ഒരു താക്കീതോ മാച്ച് ഫീയുടെ നിശ്ചിത ശതമാനം തുക പിഴയോ ഒക്കെ ഈടാക്കുകയാണ് പരമാവധി ICCക്ക് ചെയ്യാൻ കഴിയുക. പക്ഷേ അതിലേക്ക് പോലും ഇന്ത്യൻ ടീമിന്റെ ഒരു സ്വാധീനം വെച്ചിട്ട് BCCയുടെ സ്വാധീനം വെച്ചിട്ട് ചെയ്യുമെന്ന് കരുതുന്നില്ല. എന്താണെങ്കിലും വലിയ തോതിൽ വിമർശനം ഉയരുന്നുണ്ട്. പാകിസ്ഥാനെതിരെയുണ്ട്. ഒപ്പം ഇന്ത്യൻ ടീം സ്പോർട്സ്മാൻ സ്പിരിറ്റ് വിരുദ്ധമായി കളിക്കളത്തിലേക്ക് പൊളിറ്റിക്സ് കൊണ്ടുവന്നുള്ള വിമർശനവും ഇന്ത്യൻ ആരാധകർക്കിടയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അഭിലാഷ്, ശരിയാണ്. ക്രിക്കറ്റിന്റെ രാഷ്ട്രീയം പലപ്പോഴായി നമ്മുടെ രാജ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതൊരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. ഇതിൽ ഭിന്നാഭിപ്രായമാണുള്ളത്. ഹസ്തദാനം നൽകാത്തതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അത് കളിക്കളത്തിനകത്ത് ഒട്ടും ആശാവഹമാകുന്ന അല്ലെങ്കിൽ താരങ്ങൾക്ക് അനുയോജ്യമായ ഒന്നല്ല എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് താരങ്ങൾ അങ്ങനെ പെരുമാറിയത് എന്ന മറുഭാഗത്തിൻ്റെ വാദവും ഉണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളാണ് എൽദോ പോൾ പുതുശ്ശേരി നൽകിയത്. ഇനി നമ്മൾ കേരളത്തിലെ വാർത്തകളിലേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഇടിമുറികളെക്കുറിച്ചുള്ള ചർച്ചകൾ ആണ് പ്രധാനമായും തുടരുന്നത്. അതിന്ന് സഭയെയും ചൂടുപിടിപ്പിച്ചു. കുന്നംകുളം പോലീസ് മർദ്ദനത്തിൽ കുറ്റക്കാരായ പോലീസുകാരെ പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ UDF MLA-മാർ സത്യാഗ്രഹം തുടരുകയാണ്. കോൺഗ്രസിന്റെ MLA ആയിട്ടുള്ള സനീഷ് കുമാർ ജോസഫും ലീഗ് MLA ആയിട്ടുള്ള AKM അഷ്റഫുമാണ് സഭാ കവാടത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവാണ് സമരം പ്രഖ്യാപിച്ചത്. കുന്നംകുളത്തെ ലോക്കപ്പ് മർദ്ദനമടക്കം എണ്ണിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി സ്റ്റാലിൻ ചമഞ്ഞാൽ ചോദ്യം ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കയ്യിൽ പരാതി ഉണ്ടല്ലോ. നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്താണ്? നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം നിങ്ങളെ ഇതൊന്നും അറിയിക്കുന്നില്ലെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിടരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുക്കാതിരിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത് ജനാധിപത്യ കേരളമാണ്. നിങ്ങൾ സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ? നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളല്ലേ? നിങ്ങൾ ഇതുവരെ ഒരു മറുപടി പറഞ്ഞോ? കേരളത്തിലെ പൊതുസമൂഹത്തോട്, മാധ്യമങ്ങളോട് നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. നിങ്ങളുടെ കീഴിലുള്ള പോലീസ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ വൃത്തികേടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തേ മൗനം പാലിച്ചു? നിങ്ങൾ എന്തേ മിണ്ടിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് പറയാൻ നിങ്ങൾക്ക് ഡിഫൻസ് ഉണ്ടായിരുന്നില്ല? നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ ഒരക്ഷരം ഇതുവരെ പറഞ്ഞില്ല.
കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ആഭ്യന്തരമന്ത്രി, ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മിണ്ടാതിരുന്നിട്ടുണ്ടോ? സംസാരിക്കാതിരുന്നിട്ട് എത്ര ദിവസമായി? ഞാൻ തന്നെ അങ്ങയോട് പറഞ്ഞു നിരവധി വിഷയം. നിങ്ങളുടെ പോലീസ് എങ്ങോട്ട് പോകുന്നു? ഇപ്പോൾ പുറത്തു വന്ന കേസുകളിൽ ഉത്തരവാദികളായ ആളുകളെ, കുന്നംകുളം കേസിൽ ആ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കും. ഒരു കുഞ്ഞിനോട് ഇത്രയും ക്രൂരമായി ചെയ്ത അവരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നത് വരെ സാർ ഞങ്ങൾ ഈ സമരം തുടരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ സമരം തുടരും. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ എന്നാണ്. ഇങ്ങനെ കനത്ത ഭാഷയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് എങ്കിൽ പോലീസിനെ പ്രശംസിച്ചും പ്രതിരോധിച്ചുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കുറ്റം ചെയ്താൽ സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. 144 പോലീസുകാരെ പിരിച്ചുവിട്ടുവെന്നും ഇത്തരം നടപടി കോൺഗ്രസിന്റെ കാലത്തുണ്ടായോ എന്നും പിണറായി ചോദിച്ചു. തനിക്ക് മർദ്ദനമേറ്റത് സ്റ്റാലിന്റെ റഷ്യയിൽ നിന്നല്ല എന്നും നെഹ്റു നേതൃത്വം നൽകിയിരുന്ന കോൺഗ്രസ് ഭരണകാലത്താണ് എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. 1947 ശേഷം ഏറ്റവും കൂടുതൽ മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നത് ഞങ്ങളുടെ സഖാക്കളായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരെ. അത് സ്റ്റാലിനെ അനുകരിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ രാജ്യത്ത് നടന്നിരുന്നത്. നമ്മുടെ പോലീസിൽ ആരെങ്കിലും കുറ്റം ചെയ്തതായി കണ്ടാൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ സമീപനം. ഇപ്പൊ കണക്കുകൾ നോക്കാം. 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത്. എത്ര? 108. സർ നോക്കണം. ഞാൻ 1956 മുതൽ എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 2016 മുതൽ 2024 വരെ എന്നാണ്. അപ്പോ 2024 ജൂൺ വരെ 108 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പോലീസുകാരെ പിരിച്ചുവിട്ടു. അപ്പൊ കഴിഞ്ഞ ബഹുമാനപ്പെട്ട പഴയ ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, ശരിയാണോ? കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. യെസ്, ഇങ്ങനെ വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ ഇന്ന് എന്താണ് സഭയിൽ സംഭവിച്ചത് എന്നതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ വി അരുണിലേക്ക്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മാരകമായി മർദ്ദിച്ച പോലീസ് നടപടി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ റൂൾ 50 നോട്ടീസ്. റോജി എം ജോണാണ് നോട്ടീസ് നൽകിയത്. സുജിത്തിനെ മർദ്ദിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ ഉള്ള പ്രതിഷേധമാണ് നോട്ടീസിലൂടെ പ്രതിപക്ഷം രേഖപ്പെടുത്താൻ ശ്രമിച്ചത്. എന്നാൽ ഇത് കേരളം പൊതുവിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്ത വിഷയമാണ്. മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഏറ്റെടുത്ത വിഷയമാണ്. വലിയ സ്പേസ് പത്രങ്ങളും അതുപോലെ തന്നെ വാർത്താ മണിക്കൂറുകൾ ദൃശ്യമാധ്യമങ്ങളും മാറ്റിവെച്ച വിഷയമായതുകൊണ്ട് തന്നെ സഭയും അത് ചർച്ച ചെയ്യേണ്ട നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ 2 മണിക്കൂർ വിശദമായ ചർച്ചയ്ക്ക് സ്പീക്കർ സമയം അനുവദിച്ചു. ചർച്ച തുടങ്ങിവെച്ച റോജി എം ജോൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അന്ന് MLA ആയിരുന്ന അദ്ദേഹം തനിക്കേറ്റ മർദ്ദനം വിവരിച്ചുകൊണ്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രി കെ കരുണാകരനെതിരെ നിയമസഭയിൽ നടത്തിയ പ്രസംഗം ഉദ്ധരിച്ചാണ് തുടങ്ങിയത്. അന്ന് 5 പോലീസുകാർ തന്നെ വളഞ്ഞിട്ട് മർദ്ദിച്ച കഥയാണ് പിണറായി വിജയൻ സഭയിൽ അവതരിപ്പിച്ചത്. ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും അതുപോലെ 5 പോലീസുകാർ ഒരു യുവാവിനെ അതിക്രൂരമായി വളഞ്ഞിട്ട് മർദ്ദിക്കുന്നു. ആ കേസ് ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് ഈ കേരളത്തിൽ സംഭവിക്കുന്നത്? തുറന്ന പീച്ചിയും കൊല്ലവും തിരുവനന്തപുരം പേരുക്കടയിലെ ദളിത് സ്ത്രീയെ കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ച ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഓരോന്നായി വിവരിച്ചുകൊണ്ട് പ്രതിപക്ഷ MLA-മാർ സർക്കാരിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ആഞ്ഞടിച്ചു. ഭരണപക്ഷമാകട്ടെ പോലീസിലും കുഴുക്കത്തുകൾ കൊണ്ടെന്ന് തുറന്നു
സംബന്ധിച്ചുകൊണ്ട് അത് ഇ ചന്ദ്രശേഖരൻ CPIയുടെ മുതിർന്ന നേതാവ് മറ്റ് CPI MLAമാരുമൊക്കെ പോലീസിലും പുഴുക്കുത്തുകളുണ്ടെന്ന് തുറന്നു സംഭവിച്ചു. അങ്ങനെ വരുമ്പോഴും ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ശ്രമം സർക്കാരിനെതിരെയുള്ള അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥ അതിൽ നിന്ന് മാറ്റം വരുത്താൻ മാധ്യമങ്ങളുടെ സഹായത്തോടെ നടത്തുന്ന ഗൂഢാലോചനയാണ് ഭരണപക്ഷം പൊതുവിൽ ഇപ്പോൾ വരുന്ന കസ്റ്റഡി മർദ്ദന വാർത്തകളെ കണ്ടതും സഭയിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചതും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ കൃത്യമായ നടപടി എക്കാലത്തും പിണറായി സർക്കാർ സ്വീകരിച്ചു പോയെന്നും ഭരണപക്ഷ MLAമാർ വീറോടെ വാദിച്ചു. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത് ഈ കസ്റ്റഡി മർദ്ദനങ്ങളിൽ പ്രത്യേകിച്ച് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ പിണറായി വിജയൻ തയ്യാറാകുമെന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വച്ചത്. അങ്ങനെയല്ലെങ്കിൽ 2 MLAമാർ സഭാ കവാടത്തിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ വിമർശനങ്ങളെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് സ്വാതന്ത്ര്യ സമര കാലത്തിനു ശേഷം സംസ്ഥാനത്തുണ്ടായ കസ്റ്റഡി മർദ്ദനങ്ങൾ ഏറ്റവും അധികം ഇരകളാക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അന്ന് മർദ്ദിക്കാൻ കൂടെ നിന്നത് അല്ലെങ്കിൽ അതിന് അനുവാദം നൽകിയത് മൗനാനുവാദം നൽകിയത് കോൺഗ്രസ് സർക്കാരുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കസ്റ്റഡി മർദ്ദനങ്ങളുടെ ചരിത്രം തന്നെ മുഖ്യമന്ത്രി വിവരിച്ചത്. പക്ഷേ UDF കാലത്ത് ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ ഈ കസ്റ്റഡി മർദ്ദന കേസുകളിൽ പ്രതിയായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട കണക്കുകളും മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. അത് കോൺഗ്രസ് സർക്കാരുകളെന്നല്ല, ഈ പിണറായി സർക്കാർ 144 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ചെയ്തത്. രാജ്യത്ത് ഒരിടത്തും ഉണ്ടാകുന്ന നടപടിയാണത്. ഈ വിഷയത്തിലും ഇപ്പോഴുള്ള ആരോപണങ്ങളിലും കുറ്റകൃത്യത്തിന്റെ കാഠിന്യമനുസരിച്ച് പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സഭയ്ക്ക് ഉറപ്പു നൽകി. പക്ഷേ പ്രതിപക്ഷത്തിന് അത് സ്വീകാര്യമായിരുന്നില്ല. ഇപ്പോൾ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ വളരെ കൃത്യമായി CCTV ദൃശ്യങ്ങളിലൂടെ അതിക്രൂരമായി ഒരു യുവ നേതാവിനെ മർദ്ദിച്ചത് വെളിപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് പോലീസുകാരെ സർവീസ് സസ്പെൻഡ് ചെയ്യുന്നില്ല എന്ന മാറ്റി നിർത്തുന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അത് തയ്യാറാകാത്ത സർക്കാരിന്റെ മുഖ്യമന്ത്രി നടപടി പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. അതിനുശേഷം 2 MLAമാർ AK അഷ്റഫും സനീഷ് കുമാർ ജോസഫും സഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച വരെ സഭയുടെ സമ്മേളനം തുടർച്ചയായ സമ്മേളനമാണ് നടക്കാനുള്ളത്. സ്വാഭാവികമായും വെള്ളിയാഴ്ച വരെ ഈ MLAമാരുടെ സത്യാഗ്രഹ സമരവും ഉണ്ടാകും. പിന്നീട് ഒരാഴ്ച സഭാ സമ്മേളനത്തിന് അവധിയാണ്. അപ്പോൾ എന്ത് വേണമെന്ന് പിന്നീട് UDF നിയമസഭാ കക്ഷി യോഗം ചേർന്ന് തീരുമാനിക്കും. ഏതായാലും വരും ദിവസങ്ങളിലും ഈ വിഷയം മുൻനിർത്തി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ പ്രതിരോധത്തിലാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും ഭരണപക്ഷ MLAമാർ സഭയിൽ പരാമർശിച്ചു പോയി എന്നതും ശ്രദ്ധേയമാണ്. ഇത് രാവിലെ വീണ ജോർജാണ് ആദ്യം ചോദ്യോത്തരവേളയ്ക്കിടെ ആ വിഷയം പരാമർശിച്ചത്. പിന്നീട് സേവ്യർ ചിറ്റലപ്പള്ളിയും ഒരു പരിഹാസരൂപേണ വിഷയം കൊണ്ടുവന്നു. 8 ജില്ലയിലാണ് വളരെ ശക്തമായ വിഷയത്തിൽ പ്രതികരണം നടത്തിയത്. പോലീസിൽ പുഴുക്കുത്തുകളുണ്ട്. പോലീസിൽ മാത്രം എല്ലാ രംഗങ്ങളിലും പുഴുക്കുത്തുകളുണ്ട്. ഭ്രൂണഹത്യ ചെയ്യാൻ നിർബന്ധിച്ച ഒരു MLA യൂത്ത് കോൺഗ്രസ് നേതാവ് അങ്ങനെ ആയതുകൊണ്ട് എല്ലാ യൂത്ത് കോൺഗ്രസുകാരും അത്തരക്കാരെന്ന് പറയാൻ കഴിയുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും ഈ പോലീസിന്റെ കസ്റ്റഡി മർദ്ദന വിഷയം ചർച്ചയാകുമ്പോഴും ഭരണപക്ഷം ഉന്നയിച്ചത്. വരും ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പോലീസിനെതിരെ സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി ഭരണപക്ഷം ഉയർത്തിക്കാട്ടുമെന്നും ഇതോടെ ഉറപ്പായിരിക്കുകയാണ്. സഭയിൽ നടന്നത് ഇതാണ്. വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്നുകൂടിയാണ് അരുൺ പറഞ്ഞു വെച്ചത്. എങ്കിൽ സഭയിൽ ഈ വിഷയം ചർച്ചയായതോടുകൂടി ചില പോലീസുകാർക്കെതിരെയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പീച്ചിയിൽ ഹോട്ടൽ ജീവനക്കാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ SHO രതീഷ് കുമാറിന് സസ്പെൻഷൻ. തിരുവനന്തപുരം റേഞ്ച് IG ശ്യാം സുന്ദറാണ് നടപടിക്ക് ഉത്തരവിട്ടത്. നിലവിൽ കടവന്ത്ര SHO ആണ് രതീഷ് കുമാർ. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഇനി തുടർ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത്. അതേസമയം പോലീസുകാരുടെ കയ്യൂക്കിന്റെ കഥകൾ തുടരുകയാണ്. പോലീസുകാരന്റെ വിവാഹം ഷൂട്ട് ചെയ്ത വീഡിയോഗ്രാഫർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്രൂരമർദ്ദനം ഉണ്ടായി. വിവാഹ വീഡിയോ ചിത്രീകരിച്ചതിന്റെ മുഴുവൻ പണവും ആവശ്യപ്പെട്ടതിന് വീഡിയോഗ്രാഫറായ ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി സ്വദേശി മുകേഷിനാണ് മർദ്ദനമേറ്റത്. വീഡിയോ നൽകുന്നില്ല എന്ന CPO അനന്തകൃഷ്ണന്റെ പരാതിയിലാണ് വൈക്കം പോലീസിന്റെ ക്രൂരത. മർദ്ദനത്തിന് മുമ്പ് ഭീഷണി മുഴക്കിക്കൊണ്ട് അനന്തകൃഷ്ണൻ മുകേഷിന് അയച്ച ശബ്ദ സന്ദേശവും ന്യൂസ് 18 ലഭിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നീ ഇതുവരെ 1 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും ഇത് തരാനുള്ള ഒരു മനസ്സ് നീ കാണിച്ചിട്ടില്ല. ഈ എഡിറ്റിംഗ് ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, നീ ഇനി ഇത് വൈകി കഴിഞ്ഞാൽ അടുത്ത മാസം കഴിഞ്ഞാൽ കളി മാറും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ മര്യാദക്ക് പറഞ്ഞു, ഞാൻ അടങ്ങിയിരിക്കുന്നതിന്റെ മെയിൻ കാരണം ഞാൻ ഇവിടെ പാലക്കാടാണ്. ഇവിടെ സാറന്മാരുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അടുത്ത മാസം കഴിഞ്ഞാൽ എനിക്കൊന്നും നോക്കാനില്ല. നീ ഓർത്തോ. ഇപ്പോൾ കേട്ടത് CPO അനന്തകൃഷ്ണൻ വീഡിയോഗ്രാഫർ മുകേഷിന് അയച്ച ഭീഷണി ശബ്ദ സന്ദേശമാണ്. ക്യാമ്പിൽ പരിശീലനം പൂർത്തിയാക്കുന്ന താൻ ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നതോടെ മുകേഷിനെ കൈകാര്യം ചെയ്യുന്ന രീതി മറ്റൊന്നായിരിക്കുമെന്ന് ഓഡിയോയിൽ നിന്ന് വ്യക്തം.
ജൂലൈ 27-ന് അനന്തകൃഷ്ണന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈക്കം പോലീസ് സ്റ്റേഷനിൽ മുകേഷ് എത്തുന്നു. പിന്നീടുണ്ടായത് ആ യുവാവ് തന്നെ പറയട്ടെ. 28 രൂപ എനിക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു പരാതി ഞാൻ നൽകിയാൽ സ്വീകരിക്കുമെന്ന് ASIയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിന്റെ പരാതി ഇവിടെ സ്വീകരിക്കില്ല, നീ അത് വേറെ എവിടെയെങ്കിലും കൊണ്ടേ കൊടുത്താൽ മതി, നീ അത് വേറൊരു തെറിയോടുകൂടിയാണ് ആള് പറഞ്ഞത്, അവിടെ പോയി ജോർജ് എന്ന് പറഞ്ഞ ദിവസം അതെ അവിടെ പോയി പറഞ്ഞാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു സാർ എന്തെങ്കിലും സംസാരിക്കണം, മര്യാദക്ക് സംസാരിക്കുക. ആളത് ഇഷ്ടപ്പെട്ടില്ല, അത് ഈഗോ ഹേർട്ടായെന്ന് തോന്നുന്നു. വിവാഹം ഷൂട്ട് ചെയ്യുന്നതിനായി മുകേഷിനെ ആദ്യം സമീപിച്ചത് അനന്തകൃഷ്ണന്റെ ഭാര്യ വീട്ടുകാരാണ്. പിന്നീട് അനന്തകൃഷ്ണന് വേണ്ടിയുള്ള ചിത്രീകരണ ചുമതലയും മുകേഷിന്റെ സ്ഥാപനം ഏറ്റെടുത്തു. എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ പെൺവീട്ടുകാർ ആൽബവും വീഡിയോയും വേണ്ടെന്ന് പറഞ്ഞ് പണം നൽകാതെ ഒഴിഞ്ഞു മാറി. അനന്തകൃഷ്ണനാകട്ടെ രണ്ടും വേണമെന്ന നിലപാടിലും. ആൽബം നൽകിയെങ്കിലും രണ്ടു കൂട്ടരും നൽകാനുള്ള പണം നൽകാതെ വീഡിയോ തരില്ലെന്ന നിലപാടിൽ മുകേഷ് ഉറച്ചു നിന്നതോടെയായിരുന്നു പോലീസ് ഭീഷണിയും മർദ്ദനവും. കഴുത്തിന് കുത്തിക്കറി പിടിച്ചു, എന്നിട്ട് കോളറിൽ വലിച്ച് ചെയറിന്റെ ഇടക്കാട്ടിട്ടു. വലിച്ചെറിയുമായിരുന്നു. മുതുകത്തിലിടിക്കാൻ വേണ്ടി കുനിച്ചു നിർത്തിയപ്പോൾ മുഖത്ത് പാടുകളൊന്നും വരരുതെന്ന് പറയുന്നുണ്ട്, അത് മുഖത്തിലടിക്കരുതെന്ന് പറയുന്നു. അങ്ങനെ വലിച്ചെറിയുകയാണ്, എന്നിട്ട് കഴുത്തിന് കയറി പിടിക്കുകയാണ്, അമ്മക്ക് വിളിക്കുകയാണ്. തെറിയാണ്, മൊത്തം തെറിയാണ്. 32,000 രൂപ നൽകാനുള്ളടുത്ത വെറും 4,000 രൂപയ്ക്ക് കല്യാണ വീഡിയോ നൽകണമെന്ന് നിർബന്ധപൂർവ്വം വൈക്കം പോലീസ് എഴുതി വാങ്ങിയപ്പോൾ തനിക്ക് കിട്ടാനുള്ള തുകയെ സംബന്ധിച്ച പരാതി സ്വീകരിക്കണമെന്ന് മുകേഷ് ആവശ്യപ്പെട്ടു. ഇതോടെ ASI ജോർജ് അസഭ്യം വിളിച്ചു. അത് ചോദ്യം ചെയ്തതോടെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് മുകേഷ് പറയുന്നു. നെഞ്ചിലും വയറ്റിലും അടക്കം ക്രൂരമായി മർദ്ദിക്കുമ്പോൾ അനന്തകൃഷ്ണനും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. മർദ്ദനശേഷം സ്റ്റേഷൻ വിട്ട മുകേഷ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ECGയിൽ ഉൾപ്പെടെ വ്യതിയാനമുണ്ടെന്നും പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് ചികിത്സ തേടിയതെന്നും രേഖകളിൽ നിന്ന് വ്യക്തം. പോലീസ് മർദ്ദനങ്ങൾ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് സർക്കാർ വിശദീകരിക്കുന്നതിനിടയിലാണ് ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ചതിന്റെ പേരിൽ പോലീസ് മർദ്ദനം ഏൽക്കേണ്ടി വന്ന യുവാവിന്റെ പരാതി ഇപ്പോൾ ന്യൂസ് 18 പുറത്തു കൊണ്ടുവരുന്നത്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് വൈക്കം സ്റ്റേഷനിലേക്ക് മുകേഷ് എത്തുന്നു. മുകേഷ് അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, ജോർജ് എന്നൊരു ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ 4ഓളം പോലീസുകാർ മർദ്ദിച്ചു എന്നുള്ളതാണ്. അസഭ്യം പറഞ്ഞു, ഒപ്പം തന്നെ PROയുടെ റൂമിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതാണ് മുകേഷ് വ്യക്തമാക്കുന്നത്. ആ ഘട്ടത്തിൽ മുകേഷിന് മർദ്ദനമേറ്റതിനു ശേഷം നേരെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോയതിന്റെ രേഖകളുണ്ട്. അതിനകത്ത് അസോൾട്ട് നടന്നിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഹൃദയ സംബന്ധമായ ECGയിൽ വേരിയേഷനും കാണിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു മർദ്ദനം അവിടെ നടന്നിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയ ശേഷം ഡിവൈഎസ്പി ആ പരാതി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ പോലും ആ കേസിൽ ഇതുവരെ ഒരു FIRO മറ്റു കാര്യങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മുകേഷ് വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പണം നൽകാതെ അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ചെയ്തതിനു ശേഷം അത് നൽകാതെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞ മുകേഷിന് മുഴുവൻ പണവും ഡിവൈഎസ്പി ഇടപെട്ടുകൊണ്ട് പരാതിക്കാരിൽ നിന്ന് വാങ്ങി നൽകിയെന്ന് പറയുന്നു. അപ്പോൾ ബോധപൂർവമായി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ സംഭവങ്ങളെ അത് കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ഡിവൈഎസ്പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് മുകേഷിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. ആലപ്പുഴ ചേർത്തല തൈക്കാട്ടുശ്ശേരിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇത് മാത്രവുമല്ല, പോലീസിൽ നിന്ന് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥനിൽ നിന്നും ഫോണിലൂടെ അശ്ലീല സന്ദേശം ലഭിക്കുന്നതായി ട്രാൻസ്ജെൻഡർ യുവതിയുടെ പരാതിയും വരികയാണ്. കൊല്ലം സ്വദേശി ഇഷയാണ് മുഖ്യമന്ത്രിക്കും DGPക്കും ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. തൻ്റെ ഫോണിലേക്ക് സ്വകാര്യ ഭാഗങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ അയച്ചു എന്നും ഈ പരാതിയിൽ പറയുന്നു. നിയമസംരക്ഷണം തേടിയെത്തുന്നവരിൽ നിന്ന് പോലും ദുരനുഭവം നേരിടേണ്ടി വന്നതായാണ് ഇഷയുടെ പരാതി. പരാതികളുമായി പോലീസ് സ്റ്റേഷനുകളിലെത്തുമ്പോൾ തന്റെ നമ്പർ കൈക്കലാക്കി പോലീസുകാർ രാത്രി അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതായും ഇഷ പറയുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റൂറൽ പരിധിയിൽ നിന്നും അതുപോലെ തന്നെ കൊല്ലം സിറ്റി പരിധികളിൽ നിന്നുമുള്ള പോലീസുകാരുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ, മോശം മെസ്സേജുകൾ, ലൈംഗിക ചുവയോടുകൂടിയുള്ള സംസാരങ്ങൾ, ഒപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു സ്വകാര്യ പ്രൈവറ്റ് അന്യായവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ എൻ്റെ നമ്പർ എടുക്കുകയും എനിക്ക് മോശമായിട്ട് മെസ്സേജുകൾ അയക്കുകയും അതിൻ്റെ
പിന്നെ വിപരീത ഫലമെന്ന് പറയുന്ന എടുത്തോളം FIR ഇട്ട് എന്നെ മോശമായിട്ട് അവരുടെ കൂടെ സഹകരിച്ചില്ലെങ്കിൽ FIR ഇട്ട് എൻ്റെ ജീവനും സ്വത്തിനും അപകടമാകുന്ന തരത്തിൽ എന്നെ കുടുക്കിക്കളയുമെന്നുള്ളൊരു ഭീഷണിയും ഒക്കെയുണ്ട്. കൊട്ടാരക്കര കോടതിയിൽ രഹസ്യമൊഴി നൽകി മടങ്ങിയെത്തിയതിന് പിന്നാലെ മജിസ്ട്രേറ്റിനെതിരെയും സമാന ആരോപണം ഉന്നയിക്കുന്നു ഇവർ. അവിടുത്തെ ഒരു മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തുനിന്നും രാത്രി 12:45 25 ടൈമിൽ എനിക്ക് അവിടുന്ന് ഒരു മോശം മെസ്സേജുകൾ വരികയും ഇത് കോടതിയിൽ വരുമ്പോൾ നമ്മൾ നോ പരിചയം, പിന്നെ തുടർന്നുള്ള ചാറ്റുകളെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഡിജിറ്റൽ തെളിവുകൾ സഹിതമാണ് മുഖ്യമന്ത്രിക്കും DGPക്കും ഇഷ പരാതി നൽകിയിരിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. അതേസമയം മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് VS സുജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. സുജിത്തിന്റെ പൊതുതാൽപര്യ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനുകളിൽ CCTV പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയിക്കണം, മനുഷ്യാവകാശ കോടതികളുടെ നടപടിക്രമങ്ങൾ സംബന്ധിച്ചും റിപ്പോർട്ട് നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. പോലീസ് മർദ്ദനങ്ങളിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിലാണ് ഈ നടപടി. ഇനി പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗിൽ. കാക്കി അണിഞ്ഞ് രാഷ്ട്രീയ പണിയെടുക്കുന്നവരാണ് ഇപ്പോഴത്തെ ചില പോലീസുകാർ എന്ന് പറയുകയാണ് ഷാഫി പറമ്പിൽ MP. ഗുണ്ടകളുടെ മനസ്സാണ് ഭരിക്കുന്നവർക്കും ഉള്ളത് എന്നും DYFIയെയും SFIയെയും പോലെ ഒരു പോഷക സംഘടനയായി പോലീസിനെ കൊണ്ടു നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് വ്യാമോഹമാണ് എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ആവർത്തിച്ച് ഞാൻ പറയുന്നു, കേരളത്തിലെ പോലീസിലെ ഗുണ്ടകളുടെയും പോലീസിന്റെ പുറത്തുള്ള ഗുണ്ടകളുടെയും രക്ഷാധികാരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും നടപടികളും തെളിയിക്കുകയാണ്. DYFIയുടെയും SFIയുടെയും പോലെ ഒരു പോഷക സംഘടനയാക്കി പോലീസിനെ കൊണ്ടു നടക്കാമെന്നും ആ കൊണ്ടു നടക്കുമ്പോൾ ഉണ്ടാവുന്ന സൗകര്യങ്ങളുടെ പേരിൽ, ഭരണത്തിന്റെ സൗകര്യത്തിന്റെ പേരിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നവരെ, പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നവരെ അടിച്ചമർത്താമെന്നൊക്കെയാണ് വ്യാമോഹിക്കുന്നെങ്കിൽ അതിനെതിരെ ജനാധിപത്യ പ്രതിഷേധമുണ്ടാകും, ജനാധിപത്യ ജനകീയ മുന്നേറ്റമുണ്ടാകും. സർക്കാരിന് കീഴിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ അഴിഞ്ഞാടുകയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനമെങ്കിൽ മറ്റ് ചില IAS ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഈ ഭരണവുമായി ബന്ധപ്പെട്ട് ചില അതൃപ്തികളുണ്ട്. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി B അശോകിന്റെ സ്ഥലം മാറ്റത്തിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടിയേറ്റിരിക്കുകയാണ്. B അശോകിനെ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിലേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. അശോകിനെ KTDFC ചെയർമാനായി സ്ഥലം മാറ്റിയത് കഴിഞ്ഞയാഴ്ച ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു. സ്ഥലം മാറ്റം ചോദ്യം ചെയ്ത് അശോക് സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വാദം കേൾക്കാനിരിക്കെയാണ് ഇന്നലെ വീണ്ടും സ്ഥലം മാറ്റിയത്. അതേസമയം സർക്കാർ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയൊക്കെ നേരിടുന്നതിന് ഇടയിലാണ് ആഗോള അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോകുന്നത്. അവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിനിധികളുടെ എണ്ണം കുറയ്ക്കാൻ സ്ക്രീനിംഗ് നടത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. 4864 പേർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതിനാൽ ആദ്യം വന്നിട്ടുള്ള 3000 അപേക്ഷകൾ ആയിരിക്കും അംഗീകരിക്കുക. രജിസ്റ്റർ ചെയ്തവരിൽ തന്നെ തുടർച്ചയായി 3 തവണ ശബരിമല ദർശനം നടത്തിയവർക്ക് മുൻഗണന നൽകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നുണ്ട്. PK ഫിറോസിനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് KT ജലീൽ. ഫിറോസ് ചെയ്യുന്നത് UAE സർക്കാരിനെയും കേരളത്തിലെയും ജനങ്ങളെയും ഒരേ സമയം വഞ്ചിക്കുന്ന ജോബ് വിസ തട്ടിപ്പാണ്. തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുമ്പ് ഫിറോസിന്റെ വിസ കാലാവധി അവസാനിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതേ തട്ടിപ്പാണ് ഫിറോസ് നടത്തിയത്. അതിനുശേഷമാണ് ഫിറോസ് വിസ പുതുക്കിയത്. ഇത്തവണയും മാർച്ച് മാസം വരെയാണ് വിസ കാലാവധി. മറ്റൊരു ലീഗ് നേതാക്കൾക്കും ഇല്ലാത്ത ജോബ് വിസ ഫിറോസിന് എന്തിനാണ് എന്നും KT ജലീൽ ന്യൂസ് 18-ലെ Q18-ൽ ചോദിച്ചു. KT ജലീലിനെ പോലെ ഇത്രയും മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള PK ഫിറോസിനെതിരെ നിരന്തരം ആരോപണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയും ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടിനപ്പുറത്ത് ഒരു വ്യക്തിപരമായ ഒരു പോരാട്ടം എന്ന രീതിയിലേക്ക് ഫിറോസിൻ്റെ മറുപടി വരിക, വീണ്ടും താങ്കളുടെ മറുപടി വരിക, അങ്ങനെ അത് ആ ഒരു തലത്തിലേക്ക് ഇത് പോകുന്നുണ്ടോ? ഒരു കുറുവാ സംഘത്തിൽ അംഗമായിട്ടുള്ളയാൾ മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടിയുടെ നേതൃപദവിയിലൊക്കെ വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും? ആ പാർട്ടിയെ തന്നെ വിൽക്കില്ലേ? സെയിൽസ് മാനേജർ എന്നുള്ള തസ്തികയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഇങ്ങനെയാണെങ്കിൽ യൂത്ത് ലീഗിനെയും മുസ്ലിം ലീഗിനെയും ഒക്കെ വിൽക്കാൻ വരെ തയ്യാറാകുമല്ലോ. മുസ്ലിം ലീഗിൽ മറ്റേത് രാഷ്ട്രീയ നേതാവാണ് ഇത്തരം ഒരു
സംവിധാനം ഉപയോഗിക്കുന്നത്. ഈ ജോബ് വിസയുള്ള എത്ര ആളുകൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുണ്ട്? തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിൽ സത്യവാങ്മൂലമായി തൻ്റെ ഇൻകം എത്രയാണ് എന്ന് ഫിറോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 47 ലക്ഷത്തോളം രൂപ സാമ്പത്തിക ബാധ്യതയുള്ളയാളാണ് താനെന്ന് 2021 പറഞ്ഞയാളാണ് ശ്രീ ഫിറോസ്. യെസ്, എന്തായാലും പി കെ ഫിറോസിനെതിരായ ആരോപണങ്ങൾ കെ ടി ജലീൽ ആവർത്തിക്കുകയാണ്. ഓരോന്നിനും മറുപടിയുമായി ഫിറോസ് ഇനിയും രംഗത്ത് വരുമോ എന്ന് നമുക്കറിയാം. ഇനി 9 മണി വാർത്ത അവസാനിക്കുന്നതിന് മുമ്പ് മുകളിൽ ഒരാളുണ്ട് സെഗ്മെന്റിലേക്കാണ്. കണ്ണൂരിൽ രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട മറിഞ്ഞതിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പെരളശ്ശേരി ടൗൺ പഴയ മത്സ്യ മാർക്കറ്റിന് സമീപം ഇന്ന് ഉച്ചയോടെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അപകടം ഉണ്ടായിട്ടുള്ളത്. റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിച്ച ഇരുചക്ര വാഹന യാത്രക്കാരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ട് അപകടം സംഭവിക്കുകയായിരുന്നു. നമുക്കറിയാം, ഈ ആംബുലൻസുകൾ അത്രമേൽ വേഗതയിലാണ് സഞ്ചരിക്കുക. ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ആ വാഹനമൊക്കെ ഓടിക്കുന്നത്. ആ വാഹനം കടന്നു വരുമ്പോൾ അവർക്ക് വഴിയൊരുക്കുക എന്നത് മറ്റ് ഡ്രൈവർമാരുടെ വാഹനയാത്രക്കാരുടെ ഒക്കെ ലക്ഷ്യം മാത്രമല്ല, അതൊരു ഉത്തരവാദിത്വം കൂടിയാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാതെ വന്ന് ഇരുചക്ര വാഹനം മുന്നിലേക്ക് എത്തിയപ്പോഴാണ് പെട്ടെന്ന് വാഹനം വെട്ടിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. ഇതൊരു അറിയിപ്പും അല്ലെങ്കിൽ ഇതൊരു സന്ദേശവും കൂടിയായി മാറട്ടെ എന്നുള്ളതാണ് ഈ ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ പറയാനുള്ളത്. ന്യൂസ് അറ്റ് 9 പൂർണ്ണമാകുന്നു. നമസ്കാരം. Presenting the Maruti Suzuki Victoris. Got it all.